ഗൗതം, അപ്പോൾ ഇവിടെ ശിവജി പാടില്ല, സവർക്കർ പാടില്ല, വന്ദേമാതരം പാടില്ല. ഈ പറയുന്ന ഈ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഒരു പോക്ക് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ എന്നതാണ് വലിയൊരു ചോദ്യമായി ഉയരുന്നത്. ചേച്ചി, സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ നെഹ്റു കുടുംബത്തിന്റെ കൈകളിലേക്കാണല്ലോ രാജ്യത്തിന്റെ അധികാരം വന്നു ചേർന്നത്. പിന്നീട് നെഹ്റു തുടർച്ചയായി 47 മുതൽ 964 അദ്ദേഹം മരിക്കുന്നതും വരെ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. പിന്നീടും ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർ നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇത് സവർക്കർജിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ഇപ്പം വി ഡി സവർക്കറിനെ പറ്റി ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ സർദാർ പട്ടേലിനെ പറ്റിയും ഇവരൊന്നും പഠിപ്പിച്ചിരുന്നില്ല. സർദാർ വല്ലഭഭായ് പട്ടേൽ ചർച്ചയാകപ്പെടുന്നത് എപ്പോഴാണ്? നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം സർദാർ സരോവർ അണക്കെട്ടിന് സമീപത്തായി അദ്ദേഹത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്തൂപം പണിതുകൊണ്ട് സർദാർ പട്ടേൽ എന്താണ് രാഷ്ട്രത്തിന് യഥാർത്ഥമായി നൽകിയ സംഭാവന, അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ യുണൈറ്റഡ് ഇന്ത്യ രൂപപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് പഠിപ്പിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സർദാർ വല്ലഭഭായ് പട്ടേൽ ആരാധിക്കപ്പെടേണ്ട മനുഷ്യനാണ് എന്ന തോന്നൽ പുതിയ തലമുറകളിലേക്ക് എത്തുന്നത്. കാരണം മണിബെൻ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് നെഹ്റുവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും പട്ടേലിന്റെ കുടുംബത്തെ അവഗണിച്ചത് എന്നതിനെപ്പറ്റി സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ കുടുംബം തന്നെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരിത്രം നോക്കൂ. നേതാജിയോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബഹുമാനം, അദ്ദേഹത്തിന്റെ ചരിത്രം മികച്ച രീതിയിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ ഒന്നും മുൻപ് അധികാരത്തിലിരുന്ന സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അത് ജവഹർലാൽ നെഹ്റുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില നേതാക്കളെയോ വട്ടം ചുറ്റിയുള്ളതല്ല. അതിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതവും സ്വപ്നങ്ങളുമെല്ലാം ബലി കഴിച്ചിരുന്നു. മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരം, അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികൾക്കെതിരെ നടന്നതെല്ലാം ഭാരതത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് എന്ന രീതിയിലുള്ള ചരിത്ര പുനരാവിഷ്കരണം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമാണ് കേരളത്തിലും ഇപ്പോൾ വരുന്ന ഈ മാറ്റം. കാരണം കേരളത്തിൽ വി ഡി സവർക്കറാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് എന്ന ഒരു ചോദ്യപേപ്പർ ഈ ഘട്ടത്തിൽ സർക്കാർ അധ്യാപകർ തന്നെ ഇതിടുകയാണല്ലോ. അവരെ ആരും പ്രഷർ ചെയ്തിട്ടല്ലോ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് വളരെ വിശാലമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ചില ചിന്തകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ കൃത്യമായി ഉടലെടുക്കുന്നുണ്ട്.